ഇന്ത്യയിൽ കഴിയുന്ന ബെന്നി മനാശകൾ എന്ന ജൂത വിഭാഗത്തിന് ഇസ്രയേലിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യയിലുള്ള 5800 ജൂതരെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതിക്ക് ഇസ്രയേൽ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 2030ഓടെ ഇവരെയൊക്കെ ഇസ്രയേലിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. 1200 പേരെ അടുത്ത വർഷം തന്നെ കൊണ്ടുപോകുമെന്നാണ് സൂചന. ഇസ്രയേലിലെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ബൈബിൾ ഗോത്രമാണ് മനശ്ശെ. മനശ്ശെയിൽ നിന്നാണ് ബന്നൈ ബനൈഷയുടെ വംശാവലി വരുന്നത്. അവരിൽ ഭൂരിഭാഗവും യഹൂദ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതിനും ഇസ്രയേലിന്റെ ചീഫ് റബിനേറ്റിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നതിനും മുൻപ് ക്രിസ്തുമതം ആചരിച്ചിരുന്നു. ഇപ്പോൾ അവർ ജൂത പാരമ്പര്യങ്ങൾ പാലിക്കുന്നു. സുക്കോട്ട് പോലുള്ള അവധി ദിനങ്ങൾ ആഘോഷിക്കുന്നു. അവരുടെ സമൂഹങ്ങളിൽ സിനഗോഗുകൾ സ്ഥാപിക്കുന്നു. 2005 മാർച്ചിൽ അന്നത്തെ സെഫാഡി ചീഫ് റബ്ബി ശ്ലോസ്മോ അമർ അവരെ നഷ്ടപ്പെട്ട ഒരു ഗോത്രത്തിന്റെ പിൻഗാമികളായി അംഗീകരിച്ചു. ഇസ്രയേൽ ബെന്നി മനോഷയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. 2006 നവംബറിൽ മതപരിവർത്തനം പൂർത്തിയാക്കിയ 218 ബെന്നി മനാഷെ അംഗങ്ങൾക്ക് പ്രവേശനം അനുവദിച്ച് നസ്രത്ത് ഇല്ലിറ്റിലും കാർമിയലിലും സ്ഥിരതാമസമാക്കി. 2012 ഇസ്രയേൽ നിയമസഭ സമൂഹത്തിന്റെ കുടിയേറ്റം പുനരാരംഭിക്കുന്നതിനുള്ള ഒരു പ്രമേയം പാസാക്കി. 2013 ജനുവരിയിൽ 54 പേർ രാജ്യത്ത് പ്രവേശിച്ചു. അങ്ങനെ ആകെ 200 കുടിയേറ്റക്കാരായി. ഷാവി ഇസ്രയേൽ പറയുന്നു, 2023 ഡിസംബർ വരെ ഏകദേശം 5000 ബെന്നി മനാഷെ അംഗങ്ങൾ ഇസ്രയേലിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ജൂയിഷ് ഏജൻസി ഫോർ ഇസ്രയേലാണ് ബെന്നി മനാഷെ എന്നറിയപ്പെടുന്ന ഈ ജൂത സമൂഹത്തിന്റെ ഇസ്രയേലിലേക്കുള്ള കുടിയേറ്റത്തിന് മുൻകൈയെടുക്കുന്നത്. ഇവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിമാനക്കൂലി, പരിവർത്തന ക്ലാസുകൾ, താമസ സൗകര്യം, ഹീബ്രു ഭാഷാ പഠനം, പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കായി 9 കോടി ഷെക്കലിന്റെ അതായത് 240 കോടി രൂപ പ്രത്യേക പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇമിഗ്രേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ മന്ത്രി ഓഫിർ സോഫർ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. ഇവരുമായി അഭിമുഖം നടത്തുന്നതിനും കുടിയേറ്റത്തിന് ഒരുക്കുന്നതിനുമായി റാബിമാർ ഉൾപ്പെട്ട പ്രത്യേക പ്രതിനിധി സംഘം വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. രക്ഷിതാക്കളോ കൂടപ്പിറപ്പുകളോ മക്കളോ ഇസ്രയേലിലുള്ള 3000ഓളം ബെന്നി മനാഷകളുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. ഇസ്രയേലിൽ എത്തിക്കുന്ന ബെന്നി മനാഷകളിൽ ഭൂരിപക്ഷത്തെയും വെസ്റ്റ് ബാങ്കിലാകും താമസിപ്പിക്കുക. അടുത്തിടെ ഇസ്രയേലിൽ എത്തിവരെ നസ്രത്തിനടുത്തുള്ള മനാഫ് ഖഗാലിലേക്കാണ് അയച്ചത്. 2500ഓളം ബെന്നി മനാഷകൾ ഇപ്പോൾ ഇസ്രയേലുണ്ട്. ബൈബിളിൽ പറയുന്ന മനാസെ ഗോത്രത്തിന്റെ പിന്മുറക്കാരാണ് തങ്ങൾ എന്നാണ് ബെന്നി മനാഷകൾ പറയുന്നത്. 2700ഓളം വർഷം മുൻപ് അസീറിയക്കാർ ഇസ്രയേൽ കീഴടക്കിയപ്പോൾ നാട് വിടേണ്ടി വന്നവരാണ് ഇവർ. 2026 ഫെബ്രുവരിയോടെ മിസോറാമിൽ നിന്ന് 300 പേരും അയൽരാജ്യമായ മണിപ്പൂരിൽ നിന്ന് 300 പേരും ഇന്ത്യ വിട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആലിയ സിയോണിലേക്കുള്ള തിരിച്ചുവരവെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമിന് കീഴിൽ ഈ പ്രാരംഭ സംഘം പുറപ്പെട്ടു കഴിഞ്ഞാൽ വർഷാവസാനം കൂടുതൽ അംഗങ്ങൾ പിന്തുടരുമെന്നും അദ്ദേഹം പറയുന്നു. ഇതുവരെ മിസോറാമിൽ നിന്ന് 2000-ലധികം ബെന്നി മനാഷെ ഇസ്രയേലിലേക്ക് കുടിയേറി. 2030 ആകുമ്പോഴേക്കും ബെന്നി മനാഷെ സമൂഹത്തിലെ ഏകദേശം 6000 അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള പദ്ധതിക്ക് ഇസ്രയേൽ അംഗീകാരവും നൽകി കഴിഞ്ഞു. ഇസ്രയേൽ സർക്കാരിന്റെ തീരുമാനമനുസരിച്ച് മിസോറാം, മണിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു ഗോത്രവംശീയ സമൂഹമായ ഈ വിഭാഗത്തെ വടക്കൻ ഇസ്രായേലിലെ ഗലീലി മേഖലയിൽ ഘട്ടം ഘട്ടമായി പുനരധിവസിപ്പിക്കും. ലബനനിലെ ഹിസ്ബുള്ള തീവ്രവാദ ഗ്രൂപ്പുമായുള്ള സംഘർഷങ്ങൾ ഈ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വരുന്ന വർഷങ്ങളിൽ 10000-കണക്കിന് നിവാസികൾ ഈ പ്രദേശം വിട്ടുപോയി. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ തീരുമാനത്തെ പ്രധാനപ്പെട്ടതും സയനിസ്റ്റ് എന്നും വിളിച്ചു. ഇത് ഇസ്രായേലിന്റെ വടക്കൻ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. സ്വാംശീകരണ പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഇസ്രായേലി മന്ത്രാലയം പുതുതായി സ്ഥിരതാമസമാക്കാൻ സഹായിക്കുന്ന പ്രാരംഭ സാമ്പത്തിക സഹായം, ഹിബ്രു ഭാഷാ പഠനം, തൊഴിൽ മാർഗനിർദ്ദേശം, താൽക്കാലിക ഭവന നിർമ്മാണം, സാമൂഹിക പരിപാടികൾ എന്നിവ നൽകും. 2030 ആകുമ്പോഴേക്കും ബെന്നി മനേഷ സമൂഹത്തിലെ ഏകദേശം 6000 അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള പദ്ധതിക്ക് ഇസ്രയേൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇസ്രയേൽ സർക്കാരിന്റെ തീരുമാനമനുസരിച്ച് മിസോറാം, മണിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗോത്രവംശീയ സമൂഹമായ ഈ വിഭാഗത്തെ വടക്കൻ ഇസ്രായേലിലെ ഗലീലി മേഖലയിൽ ഘട്ടം ഘട്ടമായിട്ടാണ് പുനരധിവസിപ്പിക്കുക. ലബനനിലെ ഹിസ്ബുള്ള തീവ്രവാദ ഗ്രൂപ്പുമായുള്ള സംഘർഷങ്ങൾ ഈ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സമീപ വർഷങ്ങളിൽ 10000-കണക്കിന് നിവാസികളാണ് ഈ പ്രദേശം വിട്ടുപോയത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.